സിദ്ദിഖിനെതിരായ ലൈംഗിക പീഡന പരാതിയിലും യുവനടിയുടെ മൊഴിയെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. അമൽ തേനമ്പറമ്പിൽ ചേരുന്നുണ്ട്. അമൽ, ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ് സിദ്ദിഖിനെതിരെ ഉള്ളത്. മൊഴി കൂടി ഔദ്യോഗികമായി രേഖപ്പെടുത്തുമ്പോൾ എന്തൊക്കെയാണ് പുതുതായി വരുന്ന വഴികൾ? പ്രജീഷ്, ഏകദേശം 2.5 മണിക്കൂറോളം നീണ്ടുനിന്ന മൊഴിയെടുപ്പാണ് പൂർത്തിയായത്. വഞ്ചിയൂരിലുള്ള സഖി എന്ന് പറയുന്ന സ്ഥാപനത്തിൽ വെച്ചായിരുന്നു മൊഴിയെടുപ്പ്. ഈ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ആശാചന്ദ്രൻ്റെ നേതൃത്വത്തിലാണ് മൊഴിയെടുപ്പ് നടന്നത്. മൊഴിയെടുപ്പ് പൂർത്തിയായി. ഇപ്പോൾ എന്തായാലും അവർ മടങ്ങിയിട്ടുണ്ട്. 2:30 മൊഴിയെടുപ്പ് പൂർത്തിയായി. IPC 354 പ്രകാരമാണ് നിലവിൽ സിദ്ദിഖിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 376, അതോടൊപ്പം തന്നെ 506 2 വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട 2 വകുപ്പുകൾ. ഒന്ന്, 8 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന ബലാത്സംഗ കുറ്റമാണ്. രണ്ടാമത്തേത് 2 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന ഭീഷണിപ്പെടുത്തലടക്കമുള്ള കുറ്റമാണ്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട 2 വകുപ്പുകൾ ചുമത്തിയുള്ള കേസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മ്യൂസിയം പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണ് ഈ അതിക്രമം നടന്നത് എന്നുള്ളതാണ് പറയുന്നത്. മസ്കറ്റ് ഹോട്ടലിലേക്ക് ഒരു സിനിമയുടെ പ്രിവ്യൂ ഷോ കഴിഞ്ഞതിന് ശേഷം സിനിമയെ പറ്റിയുള്ള മറ്റ് വിശദാംശങ്ങൾ ചർച്ച ചെയ്യാനെന്ന പേരിൽ മസ്കറ്റ് ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി അവിടെ വെച്ച് ഒരു മുറിയിൽ വെച്ച് തന്നെ പീഡിപ്പിക്കുകയായിരുന്നു, ലൈംഗികമായി ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഈ യുവനടി നൽകിയിരിക്കുന്ന മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത്. ആ മൊഴി ഈ അന്വേഷണ സംഘത്തിന് മുൻപാകെയും അവർ ആവർത്തിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. നേരത്തെ ശ്യാം പറഞ്ഞതുപോലെ ഈ മൊഴി രേഖപ്പെടുത്തൽ എന്ന് പറയുമ്പോൾ അത് വീഡിയോയിലടക്കം ചിത്രീകരിക്കുന്നു. അതോടൊപ്പം തന്നെ മൊഴി എഴുതിയും എടുത്ത് അങ്ങനെ 2 തരത്തിലാണ് മൊഴി രേഖപ്പെടുത്തി മുന്നോട്ട് പോകുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകളുടെ മൊഴിയും രേഖപ്പെടുത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എന്തായാലും പ്രാഥമികമായ ഒരു മൊഴി രേഖപ്പെടുത്തൽ കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ FIR രജിസ്റ്റർ ചെയ്യുന്ന നടപടിക്രമവും പൂർത്തിയായി. ഇന്നലെയാണ് പരാതി ലഭിക്കുന്നത്. ഇത്രയും സമയത്തിനുള്ളിൽ അത്രയും നടപടിക്രമമായിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് മേൽനോട്ടം വഹിക്കുന്ന ആളുകളിലേക്ക് ഈ പ്രാഥമിക മൊഴി എന്താണോ ആ മൊഴി കൈമാറും. അതിനുശേഷമായിരിക്കും പിന്നീടുള്ള തുടർ നടപടികൾ ഉണ്ടാകുക. ഇനിയിപ്പോൾ സിദ്ദിഖിൻ്റെ ഈ വകുപ്പ് പ്രകാരമാണെങ്കിൽ ഗുരുതരമായ വകുപ്പാണ്. പക്ഷേ ഇത്രയും കാലം മുൻപ് 2016 ജനുവരി മാസത്തിൽ നടന്ന സംഭവം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കോടതിയിലേക്കടക്കം ഈ സംഭവം എത്തുമ്പോൾ അത് ഏത് തരത്തിലാകും പ്രതിഫലിക്കുക എന്ന് അറിയേണ്ടതുണ്ട്. അതിനാൽ തന്നെ അതെല്ലാം പരിശോധിച്ചുകൊണ്ടായിരിക്കും പോലീസിൻ്റെ ഇനിയുള്ള തുടർന്നുള്ള നടപടികൾ. ഇപ്പോഴെന്തായാലും പ്രാഥമികമായ മൊഴി രേഖപ്പെടുത്തൽ കഴിഞ്ഞിട്ടുണ്ട്. പ്രജീഷ്, ശരി, അങ്ങനെ 2 പ്രധാനപ്പെട്ട ഡെവലപ്മെൻ്റാണ് ഇന്ന് ഉണ്ടാകുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സിദ്ദിഖിന് എതിരായ പരാതിയിലും ഇരയുടെ മൊഴി രേഖപ്പെടുത്തി.